എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നടന്ന 10ാം ക്ലാസ് കേരള പാഠാവലി പരീക്ഷയുടെ ആൻസർ കീയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കഞ്ഞിയുടെ നനവ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാജ്യാധികാരം ലഭിക്കാത്തതിനുള്ള നിരാശ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓർത്തെടുക്കുക. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു നിബന്ധനയുമില്ലാതെ ആത്മാവിൽ നിന്ന് വെളിപ്പെടുന്നതാണ് എഴുത്ത്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അക്രമാശി ശരൺകുമാർ ലിംബാളെ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർവ്വധമനനെ പറ്റിക്കാൻ കഴിയില്ല, കൂടാതെ മയിലിനെ കിട്ടാതെ സർവ്വധമനൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് എഴുതേണ്ടത്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നാമത്തേതിൽ മതിൽ ചാടിപ്പോയി എന്നാണ് അർത്ഥം വരുന്നത്, എന്നാൽ രണ്ടാമത്തേത് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സ് വായിക്കാനുള്ള അന്നയുടെ കഴിവ്, കൂടാതെ ദസ്തയേവ്സ്കിയുടെ ചിന്തകൾ ഒപ്പിയെടുക്കാൻ അന്നയ്ക്ക് കഴിഞ്ഞു. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പൊതിച്ചോറ് ബലിച്ചോറായി മാറി, കൂടാതെ കഥയുടെ ഇതിവൃത്തത്തിന് അനുയോജ്യമായ കഥാന്ത്യം വെള്ളായ്യപ്പൻ്റെ ഭാര്യ പൊതിഞ്ഞു നൽകിയ പാഥേയം. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി അനുഭവക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. വൈകാരികമായ അനുഭവങ്ങൾ, അനുയോജ്യമായ ഭാഷ. 11 ആൻസർ അച്ചടിച്ച കടലാസ് കണ്ടാൽ വായിക്കുവാനുള്ള ആവേശം, ചവറുകൾ വരുമ്പോഴും വായിക്കാൻ തിരയുന്ന കുട്ടി, വേഗത്തിൽ കടലാസ് പെറുക്കി വിൽക്കാനാണ് മുത്തശ്ശി ശ്രമിക്കുന്നത്, ചവറുകൾ മാത്രമായാണ് മുത്തശ്ശി കടലാസിനെ കാണുന്നത്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പുഷ്കരന് അധികാരമില്ലാത്തതിൻ്റെ നിരാശയുണ്ട്, സൈന്യവും സ്വത്തുമില്ലാത്തതിൻ്റെ ദുഃഖം പുഷ്കരനെ നയിക്കുന്നുണ്ട്, തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനും തയ്യാറാണെന്ന ഭാവം. 13ാമത്തെ ചോദ്യം ശിബിരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴുള്ള നിശബ്ദത, ഉറക്കത്തിൽ ഒച്ചയനക്കമില്ലാത്ത കൂടാരത്തിനകത്തളം, എല്ലാവരും മരിച്ചു വീണ കൂടാരത്തിൻ്റെ നിശബ്ദത, സന്ദർഭോചിതമായ സവിശേഷ പ്രയോഗം. 14 ആൻസർ അനുഭവങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുകയാണ് എഴുത്തുകാരൻ. ആത്മക്ഷതയാണ് ദസ്തയേവ്സ്കി പകർത്തി വെച്ചത്. വൃദ്ധയായ സ്ത്രീയുടെ ദൈന്യതയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ചെറുകഥ ആക്കിയത്. അനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. 15ാമത്തെ ചോദ്യം അശ്വത്ഥാമാവിനെ പറ്റി എഴുതാനാണ്. ഉത്തരം നോക്കാം. ചിരഞ്ജീവികളിൽ ഒരാൾ, പകയുടെ പ്രതീകം, ദ്രോണരെ കൊന്നതിന് പ്രതികാരം ചെയ്യുന്നു, ദയയും അനുകമ്പയും കാണിക്കാതെ കൂട്ടക്കുരുതി നടത്തി. അടുത്തത് കലിയെപ്പറ്റി, തിന്മയുടെ പ്രതീകം, തമ്മിൽ തെറ്റിപ്പിക്കാൻ വിദഗ്ധനാണ്, ഞാനെന്ന അഹംഭാവം, എന്തിനും കഴിയുമെന്ന ഭാവം, പകയുടെ പ്രതീകം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യുദ്ധത്തിൻ്റെ പരിണാമം ശീർഷകത്തിൻ്റെ ഔചിത്യം തയ്യാറാക്കാനാണ്. യുദ്ധം സർവനാശമാണ്, വിതയ്ക്കുക എന്നും, കൂടാതെ യുദ്ധങ്ങളിൽ വിജയങ്ങളില്ല, പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത, മരണാസന്ന സമയത്തും ദുര്യോധനൻ പക വെടിയുന്നില്ല, പാണ്ഡവ വിജയത്തിന് ശേഷം അശ്വത്ഥാമാവ് നടത്തിയ അറുംകൊല, ധർമ്മയുദ്ധമെന്ന പേരിൽ യുദ്ധം അധർമ്മത്തിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. 17ാമത്തെ ചോദ്യം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശീർഷകമായി കവിതയുടെ പേര് തന്നെ എഴുതാവുന്നതാണ്. കൂടാതെ കവി പരിചയം, സാമൂഹിക പ്രാധാന്യമുള്ള വിഷയമാണ് കവിതയിൽ കാണാൻ സാധിക്കുന്നത്. സമ്പത്ത് ആപത്തുകാർക്ക് പങ്കുവയ്ക്കാനുള്ള സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. കൂടാതെ അനുയോജ്യമായ ഭാഷ, നല്ല ശൈലിയോടു കൂടിയാണ് നിങ്ങൾ ഉത്തരം തയ്യാറാക്കേണ്ടത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ